തൃശൂർ അണ്ടത്തോട് കുമാരൻപടിയിൽ യുവാവിന് കുത്തേറ്റു. കുത്തേറ്റ പാപ്പാളി സ്വദേശി ഷാഹുൽ ആശുപത്രിയിൽ ചികിത്സയിൽ. 3 ആഴ്ച മുൻപ് മേഖലയിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് നാട്ടുകാർ. തൃശൂർ നല്ലൂരിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് യുവാവ് പിടിയിൽ. പഴയന്നൂർ കുമ്പളക്കോട് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. എക്സൈസിന്റെ പരിശോധനയിൽ 10 ഗ്രാം കഞ്ചാവ് പിടികൂടി. തിരുവനന്തപുരം പാങ്ങോട് ടാപ്പിംഗ് തൊഴിലാളിയെ തെരുവുനായ ആക്രമിച്ചു. ഉളിയൻകോട് സ്വദേശി പ്രേംദാസിനെയാണ് ആക്രമിച്ചത്. പ്രേംദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 23 മുതൽ 25 വരെ തവനൂരിൽ നടക്കും. 28 ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ആലപ്പുഴ കുട്ടനാട് ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പരുമല റോയൽ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കടപ്ര ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം തെളിവെടുത്തു. 5 തെങ്ങ് സ്വദേശി ലതികയുടെ വാഹനമാണ് കത്തി നശിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ കാർ ഹൊസ്ദുർഗ് സബ് കോടതി ജപ്തി ചെയ്തു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത വ്യക്തിയുടെ ഭൂമിക്ക് പണം നൽകാത്തതിനെ തുടർന്നാണ് കോടതി നടപടി. തിരുവനന്തപുരം കാട്ടാക്കട താലൂക്ക് അദാലത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. MLA G സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി. ധനുവച്ചപുരത്തും കൊല്ലത്തും നടത്തിയ പരിശോധന നിരവധി കടകൾക്ക് നോട്ടീസ് നൽകി. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. തിരുവനന്തപുരം പൂവച്ചലിൽ മതിൽ ഇടിഞ്ഞു വീണ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചത് ആലങ്കോട് സ്വദേശി രമേശ്. അപകടം മതിലിലെ പാഴ്ചെടി നീക്കുന്നതിനിടെ. ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോട്ടയം ഏറ്റുമാനൂരിൽ കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായെന്ന് മന്ത്രി.